മായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അദ്ദേഹത്തിന് ക്ലീൻ ചീറ്റ് കൊടുത്തത്, ഈ പറയുന്ന നമ്മുടെ വിജിലൻസ് കോടതിയെ അതിനെ തടഞ്ഞത്, ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ടതിൻ്റെ ടെക്നിക്കൽ റീസണിൽ നിൽക്കുന്നത്. കേസ് ഇന്നലെ ഉണ്ടായിരുന്നു. ഗവൺമെൻറ് വീണ്ടും സമയം ചോദിച്ചു, 18-ാം തീയതിയിലേക്ക് കേസ് മാറ്റിയിരിക്കുകയാണ്. ഇതൊക്കെ തെളിവായി വരുന്നു. അദ്ദേഹം ലോ ആൻഡ് ഓർഡറിൻ്റെ ഡി ജി പി ആയിരുന്ന സമയത്താണ് ഇപ്പം നിങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പോലീസ് അതിക്രമങ്ങളും ലോക്കപ്പ് മർദ്ദനവും പോലീസ് മർദ്ദനവും നടന്നിട്ടുണ്ട്. ഇന്നലെ വളയത്ത് നമ്മൾ കണ്ടതാണ്. അവിടെ ഉണ്ടായ ചെറുപ്പക്കാർ തമ്മിലുണ്ടായ ഒരു സംഘർഷത്തിൻ്റെ ഒരു എന്താ പറയുക, ശരിയായൊരു അടിപിടി പോലും ഉണ്ടായിട്ടില്ല. ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഇടയിലുണ്ടായ ഒരു വിഷയമാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കാലാകാലം നടക്കുന്നതാണ്. ഫുട്ബോൾ കളിക്കുന്നിടത്തും ആഘോഷങ്ങളിൽ ഒക്കെ ഇതൊക്കെ ഉണ്ടാവും. അവിടെ കൊണ്ട് ഈ പച്ചയായ വർഗീയത പറഞ്ഞുകൊണ്ട് FIR ഇട്ടിരിക്കുന്നു. ഇത് ഉത്തരേന്ത്യയിൽ തന്നെ എല്ലായിടത്തും കാണില്ല. ഉത്തരേന്ത്യയിൽ ഇത്തരത്തിലുള്ള FIRകൾ കാണാറുള്ളത് UPയിലാണ്. അതിന് സമാനമായ യോഗി ആദിത്യനാഥിൻ്റെ പിന്മുറക്കാരൻ ഞാനാണ് എന്ന് ഈ പറയുന്ന പിണറായി വിജയന് തെളിവോട് കൂടിയിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പോലീസിങ്ങിൻ്റെ 2ാമത്തെ ആക്ടിലേക്ക് കിടക്കുന്ന ചിത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതാണ് വസ്തുത. താങ്കൾ നേരത്തെ ഉന്നയിക്കുമ്പോഴും കോൺഗ്രസ് ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് ആണ് ഈ വിഷയത്തിൽ വലിയ സമരപരിപാടികളായിട്ട് മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസ് ഏറ്റെടുക്കാൻ, ഈ പ്രതിഷേധം ഏറ്റെടുക്കാൻ വൈകിയെന്ന് തോന്നുന്നു. അല്ല, കോൺഗ്രസ് പ്രതിഷേധം ഏറ്റെടുക്കാൻ ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സമരം ചെയ്യാനും പ്രതിഷേധിക്കാനും ആ സമരവും പ്രതിഷേധവും ഗൗരവമായിട്ട് ഭരണകക്ഷി പരിഗണിക്കാനും വിഷയങ്ങളെ സെറ്റിൽ ചെയ്യുന്ന രീതിയാണല്ലോ ജനാധിപത്യം. ഇതായാലുണ്ടല്ലോ ആ രീതിയൊക്കെ മാറിയില്ല. ഇവിടെ സമരം ചെയ്യുന്നവരെ അടിച്ചൊഴിവാക്കുക, എതിർക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുക, കള്ളക്കേസിൽ കൊടുക്കുക. അപ്പം കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് അഗ്രസീവായിട്ട് സമരം നടത്തേണ്ട ഘട്ടങ്ങൾ കടന്നുപോയി. പക്ഷേ ഈ ഒരു ഘട്ടത്തിലെങ്കിലും ഈ തെളിവുകളൊക്കെ പുറത്തുനിന്നപ്പോൾ വളരെ അഗ്രസീവായിട്ട് പോകുന്നുണ്ട്. വിദ്യാർത്ഥികളെ മുഖം മൂടി അണിഞ്ഞ് എന്താ പറയുക, അന്താരാഷ്ട്ര കുറ്റവാളികളെ കൊണ്ടുപോകുന്ന പോലെ കോളേജിലെയും സ്കൂളിലെയും പഠിക്കുന്ന കുട്ടികളെ ഈ ഭീകരവാദികളാക്കുന്ന നിലപാടിലേക്ക് പോകുന്നു. തൊട്ടപ്പുറത്ത് UPയിലെ പോലെ തന്നെ എല്ലാ FIRലും വർഗീയത പോലീസ് ചാർത്തി കൊടുക്കുന്നു. അപ്പോൾ പോലീസ് അതിക്രമം അതിരൂക്ഷമാണ്. അത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെ എതിർത്ത് ഈ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കിയിട്ടില്ലെങ്കിൽ 3ാം വരവിന് വേണ്ടിയിട്ടുള്ള ഈ വലിയ വർഗീയത പിണറായി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തിരിച്ചറിയാൻ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളും ഇവിടുത്തെ മതേതരവാദികളും ആയിട്ടുള്ള മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു ഘട്ടമാണ്.